എല്ലാവർക്കും ലൈഫ് വ്ലോഗ്സ് ജപ്പാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ആൻജോ തനാബാത്ത സ്റ്റാർ ഫെസ്റ്റിവലിന്റെ മുമ്പിലാണ്. ഇവിടെ 3 ദിവസത്തെ പരിപാടിയാണ്. ഓഗസ്റ്റ് 1, 2, 3 തീയതികളിലായിട്ടാണ് നടക്കുന്നത്. ഇന്നിപ്പോൾ ഓഗസ്റ്റ് 1 വെള്ളിയാഴ്ച രാത്രി ഡെക്കറേഷൻസ് കാണാൻ വേണ്ടി നമ്മൾ വന്നു. കൂടുതൽ ആൾക്കാരും യുക്കാത്ത ഇട്ടിട്ടാണ് വന്നിരുന്നത്. സമ്മറിൽ വെയർ ചെയ്യുന്ന അവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ് യുക്കാത്ത. ശരിക്കും ഇവിടെ വന്നപ്പോൾ ഒരു പള്ളിപ്പെരുന്നാൾ കൂടിയൊരു ഫീലായിരുന്നു. ഫുൾ ലൈറ്റും ഡെക്കറേഷൻസും. ഇവിടെ ആൻജോയില് ഇത് ഈ വർഷം 72ാമത്തെ തനാബാത്ത ഫെസ്റ്റിവലാണ് നടക്കുന്നത്. ഈ അലങ്കാരങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് മുളക്കമ്പിലാണ്. 2 കിലോമീറ്ററോളം നമുക്ക് ഈ ഡെക്കറേഷൻസ് കാണാനായിട്ട് പറ്റും. ജപ്പാനിലെ തന്നെ ഏറ്റവും നീളം കൂടിയ തനാബാത്ത സ്റ്റാർ ഡെക്കറേഷൻസ് ഇവിടെയാണെന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത് JR ആൻജോ സ്റ്റേഷന് ചുറ്റുമുള്ള ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റിലാണ്. 2025 ഈ ഒരു ഫെസ്റ്റിവലിലെ തീം എന്ന് പറയുന്നത് റെയിൻബോ ആണ്. ജപ്പാനിൽ ഇപ്പോൾ നല്ല ചൂടാണ്. ഈ ചൂടിനൊക്കെ അവഗണിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങൾക്കും പള്ളിപ്പെരുന്നാളിനുള്ള പോലെ തന്നെ ഇവിടെയും കുഞ്ഞു കുഞ്ഞു പെട്ടിക്കടകൾ പോലെ ഉണ്ട് കേട്ടോ. തനാബാത്ത ഫെസ്റ്റിവലിനെ സ്റ്റാർ ഫെസ്റ്റിവൽ എന്നും കൂടി പറയും. അതിന് പിന്നിലൊരു സ്റ്റോറിയൊക്കെ ഉണ്ട്. ഇതിൻ്റെ മെയിൻ 2 താരങ്ങൾ എന്ന് പറയുന്നത് ഹിക്കോബോഷിയും ഒരിഹിമയാണ്. ഇവിടെ 2 സ്റ്റാർസ് കാണിച്ചിട്ടുണ്ട്. ആ സ്റ്റാർസിലുള്ളവരാണ് ഹിക്കോബോഷി ഒരിഹിമയും. ഇതിൻ്റെ ഒരു സ്റ്റോറി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അറിയാൻ ആഗ്രഹമുള്ളവർ ആ വീഡിയോ ഒന്ന് പോയി കാണാം. ഒരുപാട് പേര് ഇവിടെ വന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പല ജാപ്പനീസ് ഉത്സവങ്ങളിലും പ്രത്യേകിച്ച് ഈ ചൂടുകാലത്ത് ഇങ്ങനെ വെള്ളം തെളിക്കുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു രീതിയാണ്. ഇങ്ങനെ ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആട്ടോ. അതിൻ്റെ താഴെക്കൂടെ പോകുമ്പോൾ നമുക്ക് നല്ലൊരു കുളിർമ കിട്ടും. ഉച്ചിമിസു എന്നാണ് ഇങ്ങനെ വെള്ളം തെളിക്കുന്നതിനെ ജാപ്പനീസിൽ പറയുന്നത്. ഇതൊക്കെയായിരുന്നു രാത്രിയിലെ കാഴ്ചകള്. ഇന്ന് ഈ ഫെസ്റ്റിവലിന്റെ സെക്കൻഡ് ഡേ ആണ്. നമ്മളൊരു വൈകുന്നേരം ഒരു 5:30-6 മണിയൊക്കെ ആയ സമയത്താണ് ഇറങ്ങിയേക്കുന്നത്. ഇന്നലെ ഫുള്ള് രാത്രിയിലത്തെ ഡെക്കറേഷൻസ് ആണല്ലോ കാണിച്ചത്. അപ്പൊ ഇന്ന് പകൽ എങ്ങനെയാണ് ഈ ഡെക്കറേഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മൾ നടന്നു പോകുന്ന വഴിയാണ്. ഇവിടുത്തെ ഷിയാക്ഷോന്റെ പരിസരങ്ങൾ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇതൊക്കെ രാത്രി ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഈ കാണുന്നതാണ് ജാപ്പനീസ് വിൻഡ് ചിംസ്. ഇതിന് ജാപ്പനീസിൽ പറയുന്നത് ഫ്യൂരിയൻ എന്നാണ്. സമ്മർ ആയി കഴിഞ്ഞാൽ മിക്ക ജാപ്പനീസ് വീടുകളുടെ ബാൽക്കണിയിലും എൻട്രൻസിലൊക്കെ ഇത് തൂക്കിയിടുന്നത് കാണാം. ഇത് കാണാനും നല്ല ഭംഗിയാണ്. അതുപോലെ ഇതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക എഫക്റ്റാണ്. ഇതാണ് ഇവിടേക്കുള്ള ഒരു എൻട്രൻസ്. വഴി നീളെ ഇങ്ങനെ ചെറിയ ചെറിയ ഫുഡ് ട്രക്കുകൾ കാണാനായിട്ട് പറ്റും. ഇത് മിസ്റ്റിംഗ് ഫാൻ ആണ്. മിസുറ്റോ സെംപൂക്കി എന്നാണ് ജാപ്പനീസിൽ പറയാ. സെംപൂക്കി എന്ന് വെച്ചാൽ ഫാൻ എന്നാണ് അർത്ഥം. ഈ ഫെസ്റ്റിവൽസിലൊക്കെ ചൂട് കുറയ്ക്കാനായിട്ട് ഇങ്ങനെയുള്ള ഫാനുകളും നമുക്ക് കോമൺ ആയിട്ട് കാണാം. ഇപ്പൊ സമയം 6 മണിയൊക്കെ ആണെങ്കിലും ചൂടിനൊരു കുറവുമില്ല, അതുപോലെ തിരക്കിനൊരു കുറവുമില്ല. ഇവിടെ പല പല സ്റ്റേജുകളിലായിട്ട് പല പല പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്നലെ വന്നപ്പോൾ ഇവിടെ സൂംബ ഡാൻസ് ഉണ്ടെന്ന് അറിഞ്ഞു. അത് കാണാനായിട്ടാണ് ഇന്ന് മെയിനായിട്ട് നമ്മൾ വന്നേക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ കളിക്കണതിൽ ഒട്ടുമിക്ക ആൾക്കാരും നല്ല പ്രായമുള്ള അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരാണ്.
അത് കണ്ടു കഴിഞ്ഞ് മടങ്ങുന്ന സമയത്താണ് ഇവിടെ ഇങ്ങനെ ഒരാളുടെ പ്രകടനം കണ്ടത്. അപ്പോൾ കുറച്ചു നേരം ഇവിടെ ഇരുന്നു. ഒരുപാട് ആൾക്കാർ ഇവിടെ ഇയാളുടെ ഒരു പ്രകടനം കാണാൻ വേണ്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് തനാബാദ് ഫെസ്റ്റിവലിൻ്റെ 3rd ഡേ ആണ്. ഇന്ന് ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളുടെ കൂടെ കുറേ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇന്ന് ഞങ്ങൾ അവിടെ DJ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. രാത്രി തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഇത് ഫെസ്റ്റിവലിൻ്റെ ലാസ്റ്റത്തെ പരിപാടിയായിരുന്നു. അപ്പോൾ നമ്മൾ അത് മാത്രം കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെ നമ്മൾ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.